നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിംഗ്, നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമോ? ഇതാണ് ചോദിക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ഓറക്കൽ മെസ്സേജ് വെച്ചാണ് തുടങ്ങുന്നത്. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. നിങ്ങളുടെ റീഡിംഗ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് കാണാൻ നിൽക്കരുത്. അത് നിങ്ങളുടെ റീഡിംഗ് ആക്കി എടുക്കാൻ നോക്കരുത് കേട്ടോ. ബുദ്ധിമുട്ടാവും, പിന്നെ അത് പ്രശ്നത്തിലേക്ക് പോകും ചെയ്യും റിലേഷൻഷിപ്പ്. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓം നമ ശിവായ. 3 കാർഡ്സ് വന്നിട്ടുണ്ട്. ഓൾറൈറ്റ്, അപ്പൊ ഈ കാർഡ് നമുക്ക് നോക്കാം. 3 ഉണ്ട്. ഓക്കെ. ഓം എന്ന മന്ത്രം ജപിക്കണമെന്ന് പറയുന്നുണ്ട്. അത് മനസ്സിന്റെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് കാണാനും മനസ്സിലാക്കാനുമുള്ള ഒരു മനസ്സിനൊരു അവസ്ഥ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനുള്ള കാര്യം. അപ്പോ രണ്ടാമത്തെ കാർഡ് പറയുന്നത് നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ അംഗീകരിക്കണം, അത് തിരുത്താൻ ശ്രമിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ പറ്റില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ അപ്പോ കാര്യങ്ങൾ ഏറ്റെടുക്കരുത്. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തുറന്നു പറയാനുള്ള ഒരു ധൈര്യം വരുത്തണം, നിങ്ങളുടെ മനസ്സിന് വരണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാർഡുകളാണ് വന്നത്. ഇനി നമ്മൾ റീഡിങ്ങിലേക്ക് പോവാണ്. തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടി ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമെന്നാണ് നമ്മൾ നോക്കുന്നത്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയുടെ എനർജി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. തേർഡ് പാർട്ടിയുടെ എനർജി നമുക്ക് വേണ്ട, നിങ്ങളുടെ വ്യക്തിയുടെ എനർജി എന്താണ്? നമ്മളുടെ കൂടെയുള്ളവരുടെ നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യും. മനുഷ്യരാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. കുട്ടികളെ മുതിർന്നവരെ ഇമിറ്റേറ്റ് ചെയ്യും. അത് കുഴപ്പമില്ല. ഇമിറ്റേറ്റ് ചെയ്ത് അവര് കുറെ കഴിയുമ്പോൾ പക്ഷെ അവരുടേതായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കണം. മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുന്ന നിർത്തണം. അവരുടെ ബ്രെയിൻ വെച്ച് അവര് അവലോകനം ചെയ്തിട്ട് അവര് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരവസ്ഥയില് മുതിർന്നവരാകുമ്പോൾ അവരെത്തണം. പക്ഷെ ഇപ്പൊ നമ്മൾ ചുറ്റും നോക്കുമ്പോഴും മിക്കവരും 80% ആളുകളും അവരുടെ വീട്ടിൽ അങ്ങനെ ചെയ്തു, ഇവരുടെ വീട്ടിൽ ഇപ്പൊ നമ്മളോട് ആരെങ്കിലും നീ എന്താ അത് അവനെ കണ്ടു പഠിക്കും ഇവനെ കണ്ടു പഠിക്കുന്നു പറയില്ലേ, അങ്ങനെ കേട്ട് പഠിക്കുന്നവര് 80 വയസ്സായാലും 90 വയസ്സായാലും അപ്പുറത്തെ വീട്ടിലെ അമ്മാമ്മ എന്ത് ചെയ്യുന്നു, അപ്പാപ്പൻ എന്ത് ചെയ്യണു, അല്ലെങ്കിൽ ആരെങ്കിലും എന്ത് ചെയ്യണു എന്ന് കണ്ടിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നാൽ ഭയങ്കര പണിയാവും. അപ്പോ കുട്ടികൾ ഒരു പ്രായം കഴിയുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്ത് അവരവരുടേതായ അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണം. എന്നാലേ അവരുടെ മനസ്സും ബുദ്ധിയും വളരുകയുള്ളൂ കേട്ടോ. അപ്പോ ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. എന്ത് എനർജി? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ കൂടെയുള്ളവരെ അനുകരിക്കുകയും നമ്മൾ അവരുടെ പെരുമാറ്റം അനുസരിച്ച് നമ്മളുടെ ജീവിതത്തിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനും ശ്രമിക്കും. ഇപ്പൊ ഈ കുറെ വർഷങ്ങളായിട്ട് ഒരുമിച്ച് താമസിക്കുന്ന ഭാര്യയും ഭർത്താവും, അപ്പൊ ചിലരെ നമ്മൾ കാണുമ്പോൾ ചേട്ടൻ അനിയത്തിയാണോ അത് ചേച്ചി അനിയനാണോ എന്നൊക്കെ നമുക്ക് തോന്നും മനസ്സിൽ. കാരണം അവരുടെ രൂപത്തിലും അവർ ഏകദേശം ഒരുപോലെയാകും, സ്വഭാവത്തിൽ ഒരുപോലെയാകും, പെരുമാറ്റത്തിൽ ഒരുപോലെയാകും. അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മളുടെ കൂടെ താമസിക്കുന്ന ആരാണോ. അതുകൊണ്ടാണ് നല്ല സംസർഗം വേണമെന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി? അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഭഗവാൻ ഓം നമ ശിവായ. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ഒരു കാർഡ് മറിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തി കാർഡ് ഉണ്ട്. ഓക്കെ, 2 കാർഡ്. നിങ്ങളുടെ വ്യക്തി സ്നേഹത്തിന് വേണ്ടി ആ വ്യക്തി സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മറ്റുള്ളവരോട് ഫൈറ്റ് ചെയ്യാൻ പോലും റെഡി ആവും. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ്. അപ്പൊ ഈ വ്യക്തി ആരെയാണോ സ്നേഹിക്കുന്നത്, ആ സ്നേഹിക്കുന്ന ആളെ കുറിച്ച് ആരെന്തു പറഞ്ഞാലും നിങ്ങളുടെ വ്യക്തി ആക്സെപ്റ്റ് ചെയ്യില്ല. ആ പറയുന്നവരോടെല്ലാം ഫൈറ്റ് ചെയ്യും വ്യക്തി, മുൻ പിന്നെ ആലോചിക്കാതെ ഈ സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടി
മറ്റുള്ളവരുടെ എതിർപ്പിനെ അവഗണിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഇരിക്കുന്നത്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇവരുടെ റിലേഷൻഷിപ്പിന്റെ അവസ്ഥ എന്താണ്? തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് ഒരു ഫ്യൂച്ചർ കാണുന്നില്ല. ഇവര് വഴക്കടിക്കുന്നൊന്നുമില്ല, മനസ്സിലായോ? ഇവർക്ക് ഒരു ഫ്യൂച്ചറിനെ കുറിച്ചിട്ടൊരു ഇവിടെ ഒരു ഈ ബന്ധം നന്നാകും അല്ലെങ്കിൽ മറ്റുള്ളവർ ആക്സെപ്റ്റ് ചെയ്യും, അവർക്കൊരു ഈ ബന്ധത്തിന് ഒരു അംഗീകാരം കിട്ടും എന്നൊരു ചിന്ത ഇവർക്ക് പേർക്കുമില്ല. പക്ഷെ ഇവർ ആരോടും ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇവര് രണ്ടുപേരും ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഇവര് രണ്ടുപേരും ഹാപ്പിയാണ്. ഇവരുടെ ഈ ബന്ധത്തില് ഇവര് ഹാപ്പി ആണെന്നാണ് പറയുന്നത്. പക്ഷെ ലോകവും സൊസൈറ്റിയും ഇവരുടെ ബന്ധുക്കളും അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയും നിങ്ങളും ഒന്നും ഈ ബന്ധത്തെ ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് നിങ്ങളുടെ വ്യക്തിക്കും തേർഡ് പാർട്ടിക്കും അറിയാം. പക്ഷെ അവര് തമ്മില് ഹാപ്പി ആണെന്നാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു സങ്കടമാകും, പക്ഷെ അതാണ് സത്യം. ഇവിടെ അതാണ് പറയുന്നത്. ഇവര് തമ്മിലുള്ള ബന്ധം, ഇവര് തമ്മില് വളരെ ഹാപ്പി ആണെന്നാണ് പറയുന്നത്. ലോകം മുഴുവൻ ഇവർക്ക് എതിരാണ്, പക്ഷെ ഇവര് തമ്മിൽ ഹാപ്പി ആണെന്നാണ് പറയുന്നത്. മനസ്സിലായോ? എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം എന്നൊന്നും എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് തുടങ്ങിയതെന്നോ ഒന്നും എനിക്കറിയില്ല. നിങ്ങളുമായിട്ട് ഇവരുടെ ബന്ധം എങ്ങനെയായിരുന്നു, ഇപ്പൊ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ അക്വേറിയസ് സോഡിയാക് സൈൻ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവര് ഈ ബന്ധത്തിന് ഹാപ്പി ആണെന്നാണ് പറയുന്നത് രണ്ടുപേരും. തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സണലുള്ള ഫീലിങ്സ് എന്താണ്? ഇപ്പോ നിങ്ങളുടെ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഡോമിനേറ്റ് ചെയ്യുക, മറ്റുള്ളവരുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുക എന്നൊരു മാനസിക ഇതുള്ള ഒരാളാണ്. എന്ന് വെച്ചാല് അങ്ങനെ വിചാരിക്കുന്നത്, ഞാനാണ് എല്ലാത്തിന്റെ കാര്യത്തിലും, എന്നോട് ചോദിച്ചിട്ട് വേണം എല്ലാ കാര്യം ചെയ്യാനായിട്ട് എന്ന് ചിന്തിക്കുന്ന വളരെയധികം ധാർഷ്ട്യമുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തി. അപ്പൊ നിങ്ങളുടെ കൂടെയുള്ളതോ അല്ലെങ്കിൽ ഈ വ്യക്തി മറ്റുള്ളവരുടെ കൂടെ ഉള്ളപ്പോഴോ അവരൊന്നും ഈ വ്യക്തിയുടെ ഈ സ്വഭാവം അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ തേർഡ് പാർട്ടി ഈ ഒരു കാര്യം അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ തേർഡ് പാർട്ടി വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന, ഒന്നില്ലെങ്കിൽ നന്നായിട്ട് അഭിനയിക്കാൻ അറിവുള്ള ഒരാള്, അല്ലെങ്കിൽ വളരെ എന്താ പറയാ വളരെ ഒതുങ്ങി ജീവിക്കുന്ന ഒരു ക്യാരക്ടർ. അപ്പൊ ചിലപ്പോ ഒന്നിനും കഴിവില്ലാത്ത, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു എനർജി ആയിരിക്കാം തേർഡ് പാർട്ടി. അല്ലാതെ ഇങ്ങനെ ഇത്രയും സ്ട്രോങ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരാളെ അംഗീകരിച്ചു കൊടുക്കാൻ നോർമൽ ആയ ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒന്നില്ലെങ്കിൽ തേർഡ് പാർട്ടി അഭിനയിക്കുകയാണ്, അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് ശരിക്കും ഒന്നിനും ഒരു കഴിവില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഈ വ്യക്തി ഭയങ്കരമായിട്ട് തേർഡ് പാർട്ടിയെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്ന തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ട്വിൻ ഫ്ലെയിം. അതുകൊണ്ടാണ് ഇവിടെ തേർഡ് പാർട്ടിയെ ആരെന്ത് പറഞ്ഞാലും നിങ്ങളുടെ വ്യക്തി അവരുമായിട്ട് ഇടിയുണ്ടാക്കുന്നത്. അപ്പൊ തേർഡ് പാർട്ടിയെ നിങ്ങളുടെ വ്യക്തി ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിട്ടാണ് കാണുന്നത്. തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് നിലകൊള്ളുന്നു എന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത്. ഇവിടെ ഏരീസ് സോഡിയാക് സൈൻ ഉണ്ട്. അപ്പൊ തേർഡ് പാർട്ടി വളരെയധികം വീക്കായ ഒരു എനർജിയാണ്. നിങ്ങളുടെ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ്. അപ്പോ അവിടെ ഒരു സ്നേഹബന്ധം ഉണ്ടായിരിക്കുകയാണ്. കാരണം ഇവരെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും തേർഡ് പാർട്ടി പ്രതികരിക്കുന്നില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഒരു കാർഡാണ് വന്നത്. നിങ്ങളോട് ഈ വ്യക്തി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല നിങ്ങളിൽ നിന്നാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ വ്യക്തി ഒരു ഡബിൾ എനർജി ആയിട്ടാണ് കാണുന്നത്. അപ്പോ നിങ്ങളും വളരെ സ്ട്രോങ് ആയ എനർജിയാണ്. ഈ വ്യക്തി നിങ്ങളോട് ഓർഡർ ചെയ്യുമ്പോ അത് ചെയ്യുക, ഇത് ചെയ്യുക, ഇങ്ങനെ പെരുമാറുക, അങ്ങനെ പെരുമാറുന്ന പറയുമ്പോ നിങ്ങൾ പ്രതികരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് ഒന്നും കേൾക്കില്ല. മനസ്സിലായത്? കാരണം നിങ്ങളും സ്ട്രോങ് ആയ പേഴ്സൺ. എനിക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ഈ ആള് പറയുന്നതൊക്കെ ഞാൻ കേൾക്കേണ്ട കാര്യം എന്താണ്? എനിക്കൊരു ജോലിയുണ്ട്, സ്വന്തം കാര്യം, എനിക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട്. പിന്നെ ഈ വ്യക്തി പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ വ്യക്തി വളരെ ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വ്യക്തി പറയുന്ന കാര്യങ്ങളും മെജോറിറ്റി കാര്യങ്ങളും
അംഗീകരിച്ചു കൊടുക്കുന്നില്ല എന്നാണ് വ്യക്തി പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒരു ഡെവിൾ ആയിട്ടാണ്, നിങ്ങൾ ഡെവിൾ ആയിട്ടും തേർഡ് പാർട്ടിയെ ഒരു എന്താ പറയാ, ഒരു ശാന്ത സ്വഭാവമുള്ള ഒരാളായിട്ടുമാണ് നിങ്ങളുടെ വ്യക്തി കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കുറിച്ച് എനിക്ക് നിങ്ങളുടെ വ്യക്തിയോട് ചോദിക്കുമ്പോൾ വ്യക്തി പറഞ്ഞത് എനിക്ക് അതിനൊന്നും പറയാനില്ല, ഇതാണ് സ്വഭാവം എന്നാണ് വ്യക്തി പറയുന്നത്. കാപ്രിക്കോൺ സോഡിയാക് സൈൻ ആണ്. അപ്പൊ നിങ്ങളെ വളരെ മോശമായിട്ടാണ് നിങ്ങളുടെ വ്യക്തി കരുതുന്നതെന്നാണ് പറയുന്നത്. തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത ആക്ഷൻ എന്തായിരിക്കും? നിങ്ങളുടെ വ്യക്തി പറയുന്ന തേർഡ് പാർട്ടി മറ്റുള്ളവർ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ട്, എന്ന് വെച്ചാൽ ചിലർക്ക് ഇങ്ങനെ വളരെ ഒരാള് നമ്മളെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത് ചിലർക്ക് ഇഷ്ടമായിരിക്കും, മനസ്സിലായോ? ചിലർക്ക് ഇഷ്ടപ്പെടില്ല. എന്റെ സ്വന്തം കാര്യം നോക്കിക്കൂടെ, ഇതൊക്കെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ, എല്ലാം ഞാൻ ചെയ്തു തരുന്ന എന്തിനാന്ന് ചിലർ ചിന്തിക്കും. നിങ്ങളുടെ വ്യക്തി എല്ലാം ചെയ്തു കൊടുക്കാൻ റെഡിയാണ്, പക്ഷെ ഞാൻ പറയുന്ന എല്ലാം ചെയ്യണം, അങ്ങനത്തെ ഒരു മൈൻഡ് ഉള്ള ഒരാളാണ്. അപ്പൊ തേർഡ് പാർട്ടി അതുപോലെ. അപ്പൊ ഇവര് ചേർന്നിരിക്കുകയാണ് ഇവിടെ. അപ്പോ തേർഡ് പാർട്ടിക്ക് വേണ്ടിയുള്ള അടുത്ത ആക്ഷൻ, തേർഡ് പാർട്ടിയെ മറ്റുള്ളവരെല്ലാം ഉപേക്ഷിച്ചു, തേർഡ് പാർട്ടിയെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു എല്ലാവരും എന്നാണ്. തേർഡ് പാർട്ടിക്ക് ഒരു ഫാമിലി ഇല്ല, തേർഡ് പാർട്ടിക്ക് ആരുമില്ല എന്നൊക്കെയാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തി അല്ലാതെ വേറെ ആരെയും സ്വീകരിക്കില്ല എന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയുമായിട്ട് ചേർന്ന് പോകാനാണ് ആഗ്രഹിക്കുന്നത്. തേർഡ് പാർട്ടി പാവം നഷ്ടപ്പെട്ടു പോയ ജീവിതം തേർഡ് പാർട്ടിക്ക് തിരിച്ചു കൊടുക്കണമെന്നാണ് നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നത്. അപ്പൊ തേർഡ് പാർട്ടിക്ക് ആരുമില്ല, തേർഡ് പാർട്ടിയുടെ കയ്യിലിരിപ്പുകൊണ്ടായിരിക്കും ചിലപ്പോൾ എല്ലാവരും ഉപേക്ഷിച്ചു പോയത്. അത് ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങളുടെ വ്യക്തിക്കില്ല. കാരണം നിങ്ങളുടെ വ്യക്തി കാണിക്കുന്നതാണ് കാണുന്നത്, എന്താണോ കാണാൻ പറ്റുന്നത് അത്രേ കാണുന്നുള്ളൂ. അല്ലാതെ ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബോധമോ ഒരാളുടെ സ്വഭാവം എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവര് ചേരുംപടി ചേർന്നിരിക്കുകയാണെന്ന് പറഞ്ഞത്. തേർഡ് പാർട്ടിക്ക് ആരുമില്ല, തേർഡ് പാർട്ടി എല്ലാവരും പുറകിൽ നിന്ന് കുത്തി. തേർഡ് പാർട്ടി അതുകൊണ്ട് തന്നെ വേറൊരു ബന്ധങ്ങളും ഇല്ല തേർഡ് പാർട്ടിക്ക്, മനസ്സിലാവണം. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുടെ കൺട്രോളിലാണ്. തേർഡ് പാർട്ടിക്ക് അത് നിങ്ങളുടെ വ്യക്തിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ക്യാരക്ടർ, ആ സ്വഭാവം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി പറഞ്ഞ തേർഡ് പാർട്ടിക്ക് എന്തൊക്കെയാണോ നഷ്ടമായത് അപ്പൊ ഞാനായിട്ട് അതെല്ലാം തിരിച്ചു കൊടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് വ്യക്തി പറയുന്നത്. സ്കോർപിയോ സോഡിയാക് സൈൻ ആണ്. വീക്കായ ആളുകളോട് നിങ്ങളുടെ വ്യക്തിക്ക് കുറച്ചൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. തേർഡ് പാർട്ടിയും അതുപോലത്തെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നതാണെങ്കിലും നിങ്ങളുടെ വ്യക്തിക്ക് അത് കാണാനുള്ള കണ്ണില്ല. ഓക്കെ, ഇനി നിങ്ങളോടുള്ള ഈ വ്യക്തിയുടെ അടുത്ത ആക്ഷൻ എന്താണ്? അപ്പൊ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ആളായിരിക്കാം, എന്നിട്ട് തേർഡ് പാർട്ടി കണക്ഷൻ വെക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കംപ്ലീറ്റ് മാറിയിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് തേർഡ് പാർട്ടി കണക്ഷൻ വെക്കുന്ന ആളായിരിക്കാം. എന്തായാലും നമുക്കൊന്ന് നോക്കാം നിങ്ങളോടുള്ള അടുത്ത ആക്ഷൻ എന്തായിരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ. ഒരു ആക്ഷനും എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. കാരണം കാർഡ്സ് വീഴുന്നില്ല, കണ്ടോ? നിങ്ങളുമായിട്ടുള്ള ബന്ധം ഈ വ്യക്തി അത്ര ഇത് ഒരു എന്താ പറയാ ഞാനത് വിട്ടുകളഞ്ഞു എന്നാണ്. ചിലപ്പോൾ നിങ്ങൾ ഡിവോഴ്സ്ഡ് അല്ലായിരിക്കാം, മനസ്സിലായി. ഡിവോഴ്സ് നിങ്ങളുമായിട്ട് ചെയ്യാനും ആഗ്രഹിക്കുന്നില്ലായിരിക്കാം വ്യക്തി. പോകുന്ന പോലെ പൊക്കോട്ടെ എന്നായിരിക്കാം. നിങ്ങൾ ഒരു സൈഡിൽ നിൽക്കുന്നു, തേർഡ് പാർട്ടി ഒരു സൈഡിലേക്ക് നിൽക്കുന്നു. ഈ വ്യക്തിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അപ്പോ ഈ വ്യക്തി നിങ്ങളുമായിട്ട് പറയുമ്പോ വ്യക്തി പറയുന്നത് നിങ്ങളും ഹാപ്പിയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും, നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും നിങ്ങളെ ഹാപ്പിയാണ്. ഈ വ്യക്തിയെ നിങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ ജീവിക്കാൻ അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല എന്നാണ് വ്യക്തി പറയുന്ന. പൈസസ് സോഡിയാക് സൈൻ ആണ്. ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പ് നിങ്ങളുമായിട്ടുള്ള ബന്ധം ഒരു സ്റ്റാൻഡ് സ്റ്റില്ലാണ്, ഒരു ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അത് അങ്ങനെ നിന്നോട്ടെ, ഞാൻ ഒരു ആക്ഷനും എടുക്കാൻ പോകുന്നില്ല തൽക്കാലത്തേക്ക്, പോകുന്നത്രയും പോട്ടെ ഇങ്ങനെ തന്നെ എന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത്. കാരണം വ്യക്തി ഇല്ലാതെ തന്നെ നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട്. അപ്പൊ ഞാൻ അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല, ഞാൻ ഇവിടെ തേർഡ് പാർട്ടിയുമായിട്ട് സന്തോഷത്തോടെ കുറച്ചു കാലം ജീവിക്കട്ടെ എന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത്. അപ്പൊ ഇപ്പോഴൊന്നും തേർഡ് പാർട്ടി ഉപേക്ഷിച്ച് വരാനുള്ള ഒരു ചാൻസും കാണുന്നില്ല കേട്ടോ. പൈസസ് സോഡിയാക് സൈൻ ആണ് ഇവിടെ കണ്ടത്. പിന്നെ സ്കോർപിയോ ഉണ്ട്, കാപ്രിക്കോൺ ഉണ്ട്, ഏരീസ് ഉണ്ട്, അക്വാരിയസ് ഉണ്ട്. ഇത്രയും സോഡിയാക് സൈൻ ആണ് ഇവിടെ കണ്ടത്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയുമായ ആരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.